ലവ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന മുമ്പിൽ ആദ്യം നിങ്ങൾ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളയാളെ കെയർ ചെയ്യും, മെൻ്റലി ആൻഡ് ഫിസിക്കലി, പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കും. ഒരു ചെറിയൊരു തലവേദന വന്നാൽ പോലും നമ്മൾ എക്സ്ട്രീം കെയർ കൊടുക്കും. അതേപോലെ മെൻ്റലി ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ, സങ്കടമാണെന്ന് പറഞ്ഞാൽ, ആങ്സൈറ്റഡ് ആണ്, ടെൻഷനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം സംസാരിക്കും. അയാൾക്ക് വേണ്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്യും. ഫൈനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലും ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് കല്യാണത്തിന് മുമ്പുള്ള റിലേഷൻ, ഇമോഷണലി ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള സമയത്തുള്ള റിലേഷൻ. ഇമോഷണലി ഇമ്മെച്യൂർഡാണെന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ പറയാം. ഒരു ക്യാമ്പസിൽ ഒരു ചെക്കന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഓനിക്ക് ഒരു ഗേൾ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. അതേപോലെ ഒരു പെണ്ണിന് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതേ പെണ്ണിന് ഒരു ബോയ് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ബെസ്റ്റി. ഐ തിങ്ക് യു നോ ദാറ്റ്. കല്യാണത്തിന് മുമ്പുള്ള റിലേഷൻ അതിന് ഇമോഷണലി മെച്യൂർഡ് ആണെങ്കിലും ഇമ്മെച്യൂർഡ് ആണെങ്കിലും എന്താണെങ്കിലും കല്യാണത്തിന് മുമ്പ് ഹറാം തന്നെയാണ്. ഈ ഒരു ജനറേഷനുമായിട്ട് കണക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞത് വൺ ഓഫ് ദ റീസൺസ് മാത്രമാണ്. ഓൾറെഡി ഒരു റിലേഷൻ കഴിഞ്ഞവർക്കോ സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നവർക്കോ അറിയാം നമ്മൾ ഓപ്പോസിഷൻ നിൽക്കുന്ന ആളെ എത്രത്തോളം കെയർ ചെയ്യുന്നുള്ളത്. ആ ഒരു കെയറിങ് ഇല്ലേ, അത് ഫസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുക. അതായത് നിങ്ങളെ മെൻ്റലി നിങ്ങൾ ഇമ്പ്രൂവ് ആവാൻ നോക്ക്, പിന്നെ അതേപോലെ ഫിസിക്കലി ഇമ്പ്രൂവ് ആവാൻ നോക്ക്. നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ബോഡി, അൺഹെൽത്തി ആയിട്ടുള്ള മൈൻഡ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. സോ ടോപ്പിക്കിലേക്ക് വരാം. നമ്മളെ തന്നെ എങ്ങനെയാണ് സ്നേഹിക്കുക? ഫസ്റ്റിലെ കാര്യം, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം എന്നെ. തടിച്ചിട്ടുള്ള ആളാണോ, മെലിഞ്ഞ ആളാണോ, കറുത്തയാണോ, വെളുത്തതാണോ, എങ്ങനെയുള്ള ആളായിക്കോട്ടെ ആക്സെപ്റ്റ് ചെയ്യുക. മെൻ്റലി സ്ട്രെങ്ത് ഉള്ള ആളായിക്കോട്ടെ, മെൻ്റലി വീക്കായ ആളായിക്കോട്ടെ, നമുക്ക് നമ്മളെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ കോൺഫിഡൻസ് ഇല്ല, എന്തും ആയിക്കോട്ടെ, മെൻ്റലി ഫിസിക്കലി എങ്ങനെയും ആയിക്കോട്ടെ, സ്പിരിച്വലി ഉള്ള കണക്ഷൻ കുറവാണ്, പഠിച്ചവനുള്ള പേടി കുറവാണ്, പഠിച്ചവനെ അടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. നീ ഇങ്ങനെയാണ് എന്ന് നീ ആക്സെപ്റ്റ് ചെയ്യുക. നീയും ഞാനും ഈ ലോകത്തുള്ള എല്ലാവരും പഠിച്ചവൻ്റെ ക്രിയേഷനാണ്. പഠിച്ചവൻ്റെ ക്രിയേഷനിൽ ഒന്നും തെറ്റ് പറ്റൂല. നമ്മളിങ്ങനെയാണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നത് പഠിച്ചവൻ എന്നെ ഒരു സ്പെസിഫിക് ഏരിയയിൽ വീക്കാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഏരിയയിൽ എനിക്ക് നല്ല സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ അതിനേക്കാളും ബെറ്റർ ആയിരിക്കണം നിങ്ങളുടെ നാളെ. അതിനുവേണ്ടി വർക്ക് ചെയ്യണം വിതൗട്ട് എനി കമ്പാരിസൺ ഓർ ഗിൽറ്റ്. നമ്മൾ ഓരോരാളും പഠിച്ചോണ്ട ഒരു യുണീക്ക് ക്രിയേഷനാണ്. സോ നമ്മളൊരിക്കലും വേറൊരാളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു യുണീക്ക് ക്രിയേഷനാണ്, നീ വേറൊരു യുണീക്ക് ക്രിയേഷനാണ്, അത്രേ ഉള്ളൂ. ഞാൻ കമ്പയർ ചെയ്യേണ്ട എന്നെ തന്നെയാണ്. അതായത് എൻ്റെ ഇന്നലെ, അതായത് ഞാൻ ഇന്നലെ എങ്ങനെ ആയിരുന്നു അതിനെയാണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്. അതിനേക്കാളും ബെറ്റർ ആയിരിക്കണം ഞാൻ ഇന്ന്. വിച്ച് മീൻസ് നമ്മൾ ഡെയിലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളൊരിക്കലും വേറൊരാളെ കമ്പയർ ചെയ്യരുത്. നിങ്ങളൊരു യുണീക്ക് ക്രിയേഷനാണ്. ഈ കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആ ഒരു ഗ്രോത്തിനെ ഇല്ലാണ്ടാക്കും. ഫിസിക്കലി നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഫസ്റ്റ് വൺ, കെയർ ഫോർ യുവർ ഹെൽത്ത്. വിച്ച് മീൻസ് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഡെയിലി എക്സസൈസ് ആൻഡ് ഇനഫ് സ്ലീപ്പ്. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഡെയിലി 24 hours ഉണ്ട്. അതിൽ ഒരു 7 to 8 hours നമ്മൾ ഡെയിലി സ്ലീപ്പിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കണം. അത് നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ല, നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇഫ് യു റിയലി കെയർ യുവർ ബോഡി, ഡു ഇറ്റ്. അതേപോലെ ഈ ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് 1 hour അല്ലെങ്കിൽ 1 hour ജിമ്മിന് പോയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വീട്ടിൽ നിന്നാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ്. ഡെയിലി 1 hour എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ്, അതേപോലെ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഇതൊക്കെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് നമ്മളെ ശരീരത്തോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളെ ബോഡിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. പഠിച്ചോൻ നമുക്ക് ഇത്രയും നല്ല ശരീരം തന്നിട്ട് അല്ലെങ്കിൽ ബോഡി തന്നിട്ട് നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്നില്ലെങ്കിൽ പഠിച്ചോൻ്റെ മുന്നിൽ നമ്മൾ എത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, ആക്സെപ്റ്റ് യുവർ അപ്പിയറൻസ്. പഠിച്ചോൻ ഖുറാനിലൂടെ പറയുന്നുണ്ട്, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ബെസ്റ്റ് ഫോം. ഞാൻ നേരത്തെ പറഞ്ഞിനി, എന്താ പറയുക, നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. സോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, അവോയ്ഡ് സെൽഫ് അബ്യൂസ്. വിച്ച് മീൻസ് നമ്മൾ ഈ അമിതമായ ഭക്ഷണം കഴിക്കുക, നമ്മൾ ലേസി ആയിട്ട് നടക്കുക, നമ്മളെ ശരീരത്തിന് ഹാംഫുൾ ആവുന്ന ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ ഒഴിവാക്കുക, ലൈക്ക് ഡ്രഗ്സ്, സിഗരറ്റ്സ് ഓർ എനി അതർ തിങ്സ്. നാലാമത്തെ കാര്യം, ഡ്രസ് വിത്ത് ഡിഗ്നിറ്റി. അതായത് നിങ്ങളൊരു ഡ്രസ്സ് വിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻറ്റും ഉണ്ടാവണം, ഒരു കംഫേർട്ടും ഉണ്ടാവണം. മെൻ്റലി നമ്മളെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മളെ മൈൻഡിനെയും തോട്ട്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, പ്രാക്ടീസ് സെൽഫ് അവെയർനെസ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ജേർണലിങ് ചെയ്യാം, അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോടോ കസിനോടോ സംസാരിക്കുക. എന്താണ് ജേർണലിങ്? നമ്മളെ തോട്ട്സ്, എക്സ്പീരിയൻസ്, ഫീലിങ്സ്, അതിൽ നിന്ന് കിട്ടുന്ന ലെസൺസ് അതൊക്കെ ഒരു ബുക്കിൽ എഴുതുക.
അല്ലെങ്കിൽ ഡിജിറ്റലി നോട്ട് ചെയ്യുക. ദബൈ നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കാൻ പറ്റും, നിങ്ങളെ മൈൻഡ് എങ്ങനെയുള്ളതാണ് എന്ന് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഫീഡ് യുവർ മൈൻഡ്. ഫിസിക്കലി ബെറ്റർ ആവാൻ നമ്മൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡെല്ലാം കഴിക്കുക അല്ലേ? അതേപോലെ നമ്മളെ മെൻ്റലി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, റീഡ് ബുക്സ്, ലേൺ ന്യൂ സ്കിൽസ്, സ്റ്റേ ക്യൂരിയസ്. റീഡ് ബുക്സ്, അതായത് കുറേ ബുക്സ് ഉണ്ട്, ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഖുർആൻ എ കംപ്ലീറ്റ് പെർഫെക്റ്റ് ഗൈഡൻസ് ഫോർ യുവർ ലൈഫ്. നമുക്കറിയാം, ഇത് നോക്കിയാൽ കൂലി കിട്ടും, വായിച്ചാൽ കൂലി കിട്ടും, കേട്ടാൽ കൂലി കിട്ടും. നിങ്ങളത് അർത്ഥം അറിഞ്ഞ് ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെയുള്ള ബുക്സ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഹാബിറ്റ്സ് ഉണ്ട്, സൈക്കോളജി ഓഫ് മണി ഉണ്ട്, കുറേ എക്സെട്ര കുറേ ഉണ്ട്. ഞാൻ ഇത് രണ്ടുമാണ് കറൻ്റ്ലി നോക്കുന്നത്. ലേൺ ന്യൂ സ്കിൽസ്, പുതിയ സ്കില്ല് പഠിക്കുക. അതിനെ ഫൈനാൻഷ്യലി ബെനിഫിറ്റ് ആക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുക, അത്രയും നല്ലത്. വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഫോട്ടോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്കില്ല് ചൂസ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക, അതിൽ നല്ലോണം നോളജ് ഗെയിൻ ചെയ്യുക. ആ ഒരു സ്കില്ല് കൊണ്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പെയ്ഡ് സർവീസ് ആക്കുക, ഏൺ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, സെറ്റ് ബൗണ്ടറീസ്, സേയിങ് നോ ടു ടോക്സിക് പീപ്പിൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെ ഹൃദയത്തിൻ്റെ സമാധാനം ഏതെങ്കിലും കാര്യം ഇല്ലാണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം വിട്ടുകളയാം. നമുക്കൊരു വിചാരമുണ്ട്, ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്, ഫാമിലിയിൽ ഉണ്ടാവും. ആരായാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അയാളെ ഒഴിവാക്കുക. പിന്നെ ഒരു കാര്യം, ഒരാൾ ടോക്സിക് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ ഫാദർ നമ്മളെ തല്ലുന്നതോ, നമ്മളെ ബ്രദർ നമ്മളെ ചീത്ത പറയുന്നതോ, നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ ഉപദേശിക്കുന്നതോ ഇതൊന്നും ഒരു ടോക്സിസിറ്റി അല്ല. അതാ ഞാൻ പറഞ്ഞ ഇമോഷണലി മെച്യൂർഡ് ആയിരിക്കണം. എന്താണ് ടോക്സിസിറ്റി എന്ന് അറിയാനുള്ള മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് ബ്രേക്കപ്പ് കിട്ടിയ സമയം, അതായത് ഒരു ട്രിപ്പിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രേക്കപ്പ് കിട്ടുന്നത്, കൂടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സമയം, മെൻ്റലി റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്ത സമയം, ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ട് ഹങ്കറായിട്ടുള്ള ടൈം. ആ ടൈമിൽ എൻ്റെ ചങ്ങായിമാർ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പണ്ടേ പറയുന്നേക്കാം, ഈ സിഗരറ്റ് വലിക്കുമ്പം അല്ലെങ്കിൽ ഈ പുക വിടുമ്പം നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടും എന്നുള്ളത്. വലിക്കണം എന്ന് എൻ്റെ മൈൻഡിലൊന്നുമില്ല. ബട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സ് തമാശക്ക് ഫണ്ണായിട്ട് പറയുന്നുണ്ടായിരുന്നു വലിച്ചു വെക്കണമെന്നൊക്കെ. ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചങ്ങായി എൻ്റെ അടുത്ത് വന്നിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് ഒരു നല്ല ബ്രദർ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അതുവരെ എന്നോട് അങ്ങനെ അത്ര സീരിയസ് ആയിട്ടുള്ള മാറ്ററൊന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ബ്രേക്കപ്പ് കാരണം നീ ഒരിക്കലും വലിക്കാൻ തുടങ്ങിക്കൂടാ, നിനക്ക് ഞാൻ തരൂല. കാരണം ഞാൻ വലിക്കാൻ തുടങ്ങിയത് എനിക്ക് തേപ്പ് കിട്ടി ഭ്രാന്തായരാ. അത് നിർത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ഇന്നേറെ നിർത്താൻ പറ്റിയിട്ടില്ല. സോ ഞാൻ നിനക്ക് തരൂല. പിന്നെ അതേപോലെ ഓവർ കൺസെപ്ഷൻ ഓഫ് സോഷ്യൽ മീഡിയ. മെയിനായിട്ട് പറഞ്ഞാൽ ഈ റീൽസ് സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുക. ഈ സ്ക്രോളിങ്ങിനെ പറ്റിയിട്ട് ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യും. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുറേ പറയാനുണ്ട്. സോ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. മൂന്നാമത്തത്, ഫൈനാൻഷ്യലി ട്രീറ്റ് മണി ആസ് എ ടൂൾ, നോട്ട് എ മാസ്റ്റർ. ഫോർ എക്സാമ്പിൾ, ഒരു ടീ ഷോപ്പിൻ്റെ കേസ് എടുത്താൽ, അതായത് ഞാൻ ടീ ഷോപ്പ് നടത്തിന്, ഒരു മോഡേൺ ടീ ഷോപ്പ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം. നമ്മൾ ഫോക്കസ് ചെയ്യുക, ഒന്ന് ക്വാളിറ്റി, ചായൻ്റെ ക്വാളിറ്റി, കടീൻ്റെ ക്വാളിറ്റി, അതേപോലെ ഹൈജീൻ, വർക്കേഴ്സിൻ്റെ സാലറി, സ്പേസിൻ്റെ റെൻറ്റ്, എക്സെട്ര. ഇതിനൊക്കെ നമുക്ക് പൈസ വേണ്ടി വരും. നല്ല ചായ കൊടുക്കണമെങ്കിൽ അതിൽ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടണം. അതേപോലെ നല്ല ചായപ്പൊടി യൂസ് ചെയ്യണം. പിന്നെ ക്വാളിറ്റിയുള്ള കടി എടുക്കണമെങ്കിൽ കുറച്ച് വില കൂടുതൽ, അതായത് പ്രോഫിറ്റ് കുറച്ച് കുറയും. അങ്ങനെ നമ്മൾ എടുക്കണം. പിന്നെ വർക്കേഴ്സിൻ്റെ സാലറി കറക്റ്റ് കൊടുക്കണം. ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് തരും. നമ്മൾ സെയിൽസ് ഓട്ടോമാറ്റിക് കൂടി, കസ്റ്റമർ നല്ലോണം കൂടി, സെയിൽസ് കൂടി. നമുക്ക് മണി മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. എത്ര പ്രോഫിറ്റ് കിട്ടും, അതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മണിയല്ല. നമ്മളെ സർവീസും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി തരും. ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ കൂടി, സെയിൽസ് കൂടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു 1 മന്ത് കഴിഞ്ഞ നേരം എഗ്രിമെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂ കാരണം അത് ക്ലോസ് ചെയ്തു. ഞാനൊരു കോട്ട് പറഞ്ഞുതരാം, മണി കാൺ ബൈ ഹാപ്പിനെസ്, ബട്ട് മണി ക്യാൻ ബൈ മൊമെൻറ്റ്സ് വിച്ച് മേക്സ് യു ഹാപ്പി. പിന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ വർത്ത്. നമ്മളെ സ്കിൽസിനും ടൈമിനെല്ലാം ഒരു വാല്യൂ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കോട്ടും കൂടെ പറയാം, ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ്, നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ, ലേൺ ഹലാൽ വേസ് ഓഫ് ഏണിങ്.
നമ്മൾ ഏൺ ചെയ്യുക, നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, നമ്മളെ ഫാമിലിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, നമ്മളെ വെൽബീങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക. നമ്മളെ ചുറ്റുള്ളവരിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക. പിന്നെ അനാവശ്യമായുള്ള കടങ്ങൾ ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ രാത്രി അത് നിങ്ങളെ ഉറക്കം നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. പകൽ നിങ്ങളെ മാനം നഷ്ടപ്പെടുത്തും. നിങ്ങൾ ഈ ചാരിറ്റി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ കൊടുക്കുമ്പം അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ചിരി അല്ലെങ്കിൽ സന്തോഷം, അത് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. എല്ലാവരുടെ മുഖത്തും ആ ചിരി ഉണ്ടാവണമെന്നില്ല, ബട്ട് നമുക്ക് ഇമോഷണലി ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. സ്പിരിച്വലി എങ്ങനെ ബെറ്റർ ആവാം? പഠിച്ചവനോടുള്ള ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക, ഓർ അത് സ്ട്രെങ്തൻ ചെയ്യുക. എങ്ങനെ നമുക്ക് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക? ഫസ്റ്റ് വൺ, 5 നേരത്തെ നിസ്കാരം. എങ്ങനെ നിസ്കരിക്കണം? ഹ്യൂമിലിറ്റിയോടെ, ഖുശൂവോടുകൂടി, മെല്ലെ, സ്ലോ ആയിട്ട് നിസ്കരിക്കണം. ഡോണ്ട് ബി റഷ്. മെല്ലെ നിസ്കരിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ നിസ്കാരം എന്നുള്ളത് ഒരു ഗിഫ്റ്റാണ് പഠിച്ചോൻ്റെ. നമുക്ക് പഠിച്ചവനോട് കണക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റീകണക്ട് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ്. അതൊരു ടാസ്ക് പോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചവനല്ല. നിങ്ങളെ നിസ്കാരം എങ്ങനെ സ്വീകരിക്കുമോ അല്ല എൻ്റെയോ നിങ്ങളെ നിസ്കാരം സ്വീകരിക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ട പഠിച്ചവനാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് നമുക്കുണ്ടാവും, ബട്ട് ഇല്ലാത്തൊരു കാര്യം മെൻ്റൽ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്, അതും കൂടി വേണം. ദയവായി നമുക്ക് ആ നിസ്കാരം ആസ്വദിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, റീഡ് ദ ഖുർആൻ. അതായത് ഡെയിലി ഒരു പേജ്, അല്ലെങ്കിൽ പോട്ടെ ഒരായത്ത്, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഒരായത്ത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഓത്. ഈ 5 നേരത്തെ നിസ്കാരം, ഖുർആൻ ഓതുക എന്നെല്ലാം പറയുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, നോൺ ആസ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. മൂന്നാമത്തെ കാര്യം, മേക്ക് ദുആ. പഠിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക, നമ്മളെ പരാതി പറയുക, നമ്മളെ ആവശ്യങ്ങൾ ചോദിക്കുക. ബി റിയൽ. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ ഹാർഡ്ഷിപ്പ്, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം പഠിച്ചവനോട് പറയാം. നാലാമത്തെ കാര്യം, നിങ്ങളെ സോളിന് ഹാംഫുൾ ആവുന്ന എല്ലാം ഒഴിവാക്കുക. മ്യൂസിക്, ഹറാം റിലേഷൻഷിപ്സ്, അഡിക്ഷൻസ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻസ്, ഫോൺ അഡിക്ഷൻസ്, ഓർ എനിത്തിങ് എൽസ്. ഈ പറഞ്ഞ 4ഉം കമ്പൈൻ ചെയ്ത് പറയുന്നതാണെങ്കിൽ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ആക്കുന്നതിനാണ്.